എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇലയാണല്ലോ ഇത്. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും വീട്ടിലും പരിസരത്ത് എല്ലായിടത്തും കാണുന്ന ഒരു ഇലയാണ്. ഇത് നമ്മൾ മെയിനായിട്ട് പനി വരുമ്പോഴൊക്കെയാണല്ലോ കൂടുതൽ എടുക്കാറുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പനിക്കൂർക്ക എന്നാട്ടോ പറയണേ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ ഇല വെച്ചിട്ട് ഇന്ന് കുറച്ച് ഒറിഗാനോ പൗഡർ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് അതിൻ്റെ ഇലകളെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം, പൊടികളെല്ലാം പോണ രീതിയിൽ. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഉണക്കാൻ വെക്കാം. ഇതിൻ്റെ വെള്ള അംശങ്ങളെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എയർ ഫ്രയറിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയർ ഇല്ലയെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് പാനിലാണെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിലും വെയിലത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ശേഷം നമുക്കൊരു മിക്സർ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രേ കാര്യമുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ എല്ലാ ഡിഷിലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലോ ഈ ഒറിഗാനോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ചുണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.